2047 ഇന്ത്യ ഒരു സാമ്പത്തിക സൂപ്പർ പവർ ആകും എന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവകാശവാദം. അങ്ങനെ ആ അവകാശവാദം ശരിയാണ് എന്നുള്ള രീതിയിലുള്ള പല പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. അന്തർദേശീയ പഠനങ്ങൾ വരെ ഉണ്ട്. അത് BJP-യുടെ ഇത് കാര്യാലയത്തിൽ നിന്ന് വരുന്നതല്ല. എന്തായാലും അതേസമയം തന്നെ 2047 ഇന്ത്യ തന്നെ കാണില്ല എന്ന് പറയുന്ന ഒരാളൂടെ ഉണ്ട്, പ്രതിപക്ഷ നേതാവ്. അന്തർദേശീയ രാജ്യങ്ങൾ എല്ലായിടത്തും പോയി ഇപ്പം 4 രാജ്യങ്ങളിൽ തന്നെ കഴിഞ്ഞ മാസം ഓടി നടന്ന് പ്രചരിപ്പിക്കുകയാണ് ചത്ത സമ്പദ് വ്യവസ്ഥ ചത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. ജനാധിപത്യം തകർന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ്. അപ്പോൾ അത് തകർന്നു എന്ന് പറഞ്ഞ് അതിലെന്തോ ആത്മഹർഷനായിട്ട് പുളകിതം കൊണ്ട് നടക്കുകയാണ്. ആത്മരതിയിലാണ് നടക്കുകയാണ്. ആത്മരതി എന്ന് പറയുന്നതിനേക്കാളും ഇദ്ദേഹത്തിന് അധികാരം കിട്ടാത്തതിനുള്ള ഈ കാമം കരഞ്ഞു തീർക്കുക എന്ന് പറയും. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. പക്ഷെ ഇത് ഏറ്റവും വിരോധാഭാസം തന്നെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും അറസ്റ്റിലാവുന്നില്ല. ജനാധിപത്യം ഇല്ലാതായെങ്കിൽ അറസ്റ്റിലാവണ്ടേ? ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. BJP-കാരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ഐക്കണാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്താണ്? തലയ്ക്ക് ഭ്രാന്താണ്. അധികാരം കിട്ടാതെ മൂത്ത് വട്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഇപ്പൊ മോദി എത്രാമത്തെ തവണയാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ഇരിക്കുന്നത് നമുക്ക് പല വിയോജിപ്പുകളൊക്കെ ഉണ്ടാകും, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ആര് ഭരിച്ചാലും ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് ദഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ അത് നമ്മൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കുകയും ചെയ്യും. ഇതൊന്നും അറിയാതെ കണ്ണടച്ചിരിക്കുകയല്ലല്ലോ ഭരണകൂടം. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ അവർ നടപടി എടുക്കും. ചിലത് നടപ്പാക്കേണ്ടതാണെങ്കിൽ നടപ്പാക്കി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ജനങ്ങൾക്ക് പോലും മനസ്സിലാവുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു, അന്ന് പ്രതിഷേധിച്ചതിൽ കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം പോലും മനസ്സിലാകുന്നത്. നമുക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോവാം. 2030 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് $2 ട്രില്യൺ വരുമാനം ഉണ്ടാക്കാനുള്ള 18 മേഖലകളെ പോഷിപ്പിച്ചിട്ടുണ്ട്, സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഡെമോക്രസി തകർന്ന രാജ്യത്തിലെ ഭരണകൂടം. ആ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 70 വർഷം ഭരിച്ചിട്ട് ഇവരെന്തുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ വികസനം വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇത്രയും 3 ടേമിൻ്റെ ഇടയ്ക്ക് ഒരു സർക്കാരിന് ഇത്രയും വികസനം കൊണ്ടുവരാമായിരുന്നു എങ്കിൽ 70 വർഷം ഭരിച്ച സർക്കാരിന് ഇതിൻ്റെ അറ്റം അല്ലേ, അതിൻ്റെ ഒരു ഹൈപ്പിലെത്തിക്കാമായിരുന്നു ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന്. മറ്റൊന്ന് 2023 നമ്മൾ പറഞ്ഞാലേ ഈ പറയുന്ന $2 ട്രില്യൺ എത്തുമെന്ന് പറയുന്നത്. 2023 ഇത് $690 ബില്യൺ ആയിരുന്നു. 2040 ആകുമ്പോഴേക്കും നമ്മുടെ അധിക GDP-യുടെ ഏകദേശം 30% പിടിച്ചെടുക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ 2047 എന്ന് പറയുമ്പോൾ വികസിത് ഭാരത് എന്നുള്ള കൺസെപ്റ്റിലേക്ക്, അതായത് നമ്മൾ വികസിതമായി എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 സാമ്പത്തിക വർഷത്തിൽ GDP-യുടെ 61.4% വഹിക്കുന്നത് ആരാണെന്നറിയോ? 30 വയസ്സിന് താഴെയുള്ള ജനസംഖ്യയുടെ പകുതിയിലധികം ഈ ഒരു കാര്യത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യുവാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. നമ്മുടെ 2030 ആകുമ്പോഴേക്കും 75 ദശലക്ഷം മധ്യവർഗവും 25 ദശലക്ഷം സമ്പന്ന കുടുംബങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജനസംഖ്യയുടെ 56% വരും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കണക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, നമ്മൾ മുന്നോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത്? ഇനി താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഭരണം ഇല്ല, ഡെമോക്രസി തകർന്നു എന്ന് പറയാം. ഇത് നമുക്ക് നാൾക്ക് നാൾ നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത്? രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നിൽ പലപ്പോഴായിട്ടും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ട്, കാലാകാലങ്ങളായി അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് ഇവർ സ്ഥാപിക്കുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസമാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം പറഞ്ഞത്, അന്ന് പുൽവാമ അറ്റാക്കിന്റെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സമയത്ത് അവിടെ തിരിച്ചടിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അമേരിക്ക പറഞ്ഞു അത് അടിക്കണ്ടായെന്ന്. അപ്പോൾ അവിടെ ഡീപ് സ്റ്റേറ്റ് അല്ലേ? അമേരിക്ക പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയവർക്കെതിരെ ഒരു തിരിച്ചടി നൽകാതിരിക്കുകയായിരുന്നോ വേണ്ടത്?
അപ്പോൾ ഇവർക്കിടയിൽ ഇവർ താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്നതും ആർക്ക് വേണ്ടിയാണ്? ഇപ്പോഴും ഇവർ പറയുന്നത്, ഈ ഒരു ക്രൈസിസ് നടക്കുന്നതിനിടയിലും പറയുന്നത്, നമ്മൾ പോയി അമേരിക്ക പറയുന്നതിനൊപ്പം നിൽക്കണമെന്നാണ്. അമേരിക്കയ്ക്ക് നമ്മളെ കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഓരോ കോൺഗ്രസ് വക്താവും പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള കൊളംബിയ, ബ്രസീൽ, പെറു, ചിലി എന്നിവിടങ്ങളിലൊക്കെയുള്ള സർവകലാശാലകളിലും മറ്റും നിരന്തരം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു യാത്ര നടത്തണം, അടുത്ത സെക്കൻഡിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇത്തരം രാജ്യങ്ങളിൽ പോകണം, അവിടെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തണം എന്നുള്ളത്. കൊളംബിയയിലെ EIA സർവകലാശാലയിൽ ബൈക്കിനെയും കാറിനെയും താരതമ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ട മണ്ടൻ പ്രസംഗത്തിനെതിരെ, അങ്ങനെ തന്നെയാണ് ആ വാർത്തകളിലും പറയുന്നത്, മണ്ടൻ പ്രസംഗത്തിനെതിരെ വലിയ ട്രോളുകൾ വരുന്നുണ്ട്. കൊളംബിയയിലെ മെഡലിൻ യൂണിവേഴ്സിറ്റിയിലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ ഇനി ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളായിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കണം, ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും ബ്രിട്ടനും എല്ലാം ഇന്ത്യയെ രക്ഷിക്കണമെന്ന് കൂടി പറയുന്നു. അപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ട് ഒരു പോരാട്ടത്തിൽ നിൽക്കുകയാണ് ഇല്ലേ? ഈ പറയുന്ന താരിഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പോരാട്ടത്തിൽ നിൽക്കുക. ഈ സമയത്ത് ഈ മൂപ്പിലാൻ പോയിട്ട് വിദേശ സർവകലാശാലയെ പറയുകയാണ്, അമേരിക്കയും ബ്രിട്ടനും ഞങ്ങളെ സഹായിക്കണം കേട്ടോ, ഞങ്ങളുടെ ജനാധിപത്യമൊക്കെ തകർന്നു എന്നുള്ളത്. സത്യത്തിൽ ചില സമയം നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പം വിജയ് പറഞ്ഞു, കാരണം അദ്ദേഹം ഇവിടെ വന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് ജനാധിപത്യം ഈ രാജ്യത്ത് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ജവാന്മാർ നമുക്ക് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സെക്യൂരിറ്റിയിൽ ഉറങ്ങുന്നത് പോലും. അപ്പോൾ ഈ പറയുന്ന ഇങ്ങേരെ സത്യത്തിൽ ചാട്ടവാറിന് അടിക്കണം എന്നൊക്കെ പറയില്ലേ? സംശയമില്ലാത്ത എന്തെങ്കിലും ഉണ്ട്? ജവാന്മാരുടെ സംശയം, ഇന്ത്യൻ ഡിഫൻസിലെ സംശയം, അവർ പറയുന്നത് വിശ്വസിക്കുന്നത് നുണയാണ്. അത് ഇന്ത്യൻ ആർമി പറയുന്നത് നുണയെന്നല്ലേ പറയുന്നത്? റഫേൽ വീണു എന്നല്ലേ പറയുന്നത്, വീണ്ടും പറയുന്നത്. പിന്നെ സുപ്രീം കോടതി വിഷയം, കോടതി എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയെ തന്നെ അദ്ദേഹത്തിന് വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, മാധ്യമങ്ങളെ വിശ്വാസമില്ല. പിന്നെ ഇദ്ദേഹത്തിന് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. അസീം മുനീറും കൂട്ടരുമാണ് ഇദ്ദേഹത്തിന് വിശ്വാസം. അവർ പറയുന്നത് എന്തും ഇദ്ദേഹം ഏറ്റുപിടിക്കും. പിന്നെ ട്രംപും അത് ഇന്ത്യ വിരുദ്ധർ പറയുന്നത് എന്താണോ. അതെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഈ ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ രാജ്യത്തെ മണ്ണിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ ഉള്ള ഒരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് രാഷ്ട്രതന്ത്രത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം ശത്രുവായിട്ട് കാണുന്നത് ആരെയാണ്? അദ്ദേഹത്തിന്റെ പ്രശ്നം. അതെ, അതിൽ ഒരു കാര്യം നമ്മൾ ഇത് പറയേണ്ടി വരും. നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട അറ്റാക്ക് നടന്ന സമയത്ത് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിൻ്റെ മുസ്ലിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, വളരെ വ്യാകുലതയോടെ സംസാരിച്ചു. അന്നേരം വൈസി പറഞ്ഞു, അതൊക്കെ അവിടെ നിർത്തിയാൽ മതി. ഞങ്ങളുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം സംസാരിക്കേണ്ട. അതായത് അദ്ദേഹത്തിന് പോലും രാജ്യത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ചും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന അദ്ദേഹത്തിന് വിരുദ്ധമായ ആശയം തന്നെയാണ്. അദ്ദേഹം അതിനുവേണ്ടി നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഒരു ക്രൈസിസ് വരുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള പറയുന്നത് ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു മര്യാദ എന്ന് പറയുന്നത് അദ്ദേഹം പോലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കാണിക്കാത്ത ഒരു വ്യക്തിയായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അദ്ദേഹം ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കില്ല, വീരവാദം അടിച്ചുകൊണ്ട് നടക്കില്ല. അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എന്താ പറയുക, എല്ലാ സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട്, സ്വാഭാവികമായി. പ്രവർത്തിക്കുമ്പോഴേ വീഴ്ചയുണ്ടാവുള്ളൂ. ഒന്നും ചെയ്യാതെ മറ്റുള്ളവൻ്റെ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് വെറുതെ എന്തെങ്കിലും നക്കാപ്പിച്ച ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രവർത്തനമില്ല. അപ്പോൾ വിമർശിക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഈ പ്രവർത്തിക്കുമ്പോൾ ചില വീഴ്ചകളും വരും. ആ വീഴ്ചകളെ നമ്മൾ ഉൾക്കൊള്ളണം. അത് ഒരു പ്രതിഷേധമായിട്ട് എത്തണം. ആ പ്രതിഷേധത്തിന് മാനിക്കേണ്ട രീതിയിൽ മാനിക്കുകയും അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുകയും വേണം. അപ്പോൾ അദ്ദേഹം എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മുടെ ഒന്നുകൂടി നമുക്ക് പറയാം, ഞാൻ ഇന്ന്
പോകണമെന്ന്, അത് എല്ലാത്തിലും പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കത് വല്ലാണ്ട് ഇൻസ്പയറിംഗ് ആയി. കാരണം നമ്മുടെ നാഷണൽ ആന്തം എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ എണീക്കാതിരിക്കുന്ന പല സഹോദരന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാജ്യാന്തര വേദിയിൽ നമ്മുടെ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അതിനെ മാനിച്ചുകൊണ്ട് സ്റ്റാൻഡ് ബൈ നിൽക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഇന്ത്യയോട് വളരെ സ്നേഹമുള്ള ഈ കൂട്ടരൊക്കെ ഒന്ന് കാണണം. അത് കാണേണ്ടതാണ്. അദ്ദേഹം എണീക്കാത്ത ഒരാളെ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ഒരു പൗരനെ എണീപ്പിച്ച് നിർത്തുകയാണ്. നിങ്ങൾ എണീക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് മര്യാദ. ആ മര്യാദ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിനില്ലാതെ പോയി. അപ്പോൾ മോദിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഒത്ത ഒരു പ്രതിപക്ഷം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തി ഒരു മോദി വിരുദ്ധർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതെ, നട്ടലുള്ള ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ല.